ട്രേഡേഴ്സ്, വെൽക്കം ടു മിസ്റ്റർ ഫോറക്സ്. അപ്പോൾ നമ്മൾ ഇന്ന് പ്രൈസ് ആക്ഷൻ ലേണിംഗ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു ട്രെൻഡ് ലൈൻ റീടെസ്റ്റ് സ്ട്രാറ്റജിയാണ്. അപ്പം ഒരു ട്രെൻഡ് ലൈൻ റീടെസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ എല്ലാവരെയും മൈൻഡിലോട്ട് ഓടി വരുന്നൊരു കാര്യമുണ്ട്. മാർക്കറ്റ് ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട്, ഒരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നു. ദെൻ മാർക്കറ്റ് ആ ഒരു ട്രെൻഡ് ലൈനിൽ തന്നെ വന്ന് റീടെസ്റ്റ് ചെയ്യുന്നു. ആ ഒരു ട്രെൻഡ് ലൈനിൽ വന്ന് മാർക്കറ്റ് ടാപ്പ് ചെയ്യുമ്പോൾ എൻട്രി എടുക്കുന്നു. അപ്പോൾ ആ ഒരു രീതിയാണ് ഇപ്പം മോസ്റ്റ് ആൾക്കാരുടെ മനസ്സിലോട്ട് ഓടി വരുന്നത്. അപ്പോൾ നമ്മൾ അതിനപ്പുറം എപ്പോഴും മാർക്കറ്റ് ഈ ട്രെൻഡ് ലൈനിൽ തന്നെയാണോ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചില കേസുകളിൽ മാർക്കറ്റ് ഈ ട്രെൻഡ് ലൈന് തൊട്ട് മുകളിലായിട്ട് വന്ന് റീടെസ്റ്റ് ചെയ്യത്തില്ലേ, ചില കേസുകളിൽ ആ ട്രെൻഡ് ലൈന് താഴെയായിട്ട് മാർക്കറ്റ് വന്ന് റീടെസ്റ്റ് ചെയ്യത്തില്ലേ. അങ്ങനെ മൂന്ന് കേസുകളുണ്ട്. ചില കേസുകളിൽ ഈ ട്രെൻഡ് ലൈന് മുകളിലായിട്ട്, ചില കേസിൽ ട്രെൻഡ് ലൈനിൽ, അല്ലെങ്കിൽ ചില കേസുകളിൽ ആ ട്രെൻഡ് ലൈനിൻ്റെ താഴെ മാർക്കറ്റ് വന്ന് റീടെസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് ട്രെൻഡ് ലൈന് മാത്രം ടാപ്പ് ചെയ്യുമ്പം എൻട്രി കിട്ടിയാൽ മതിയോ? നമുക്ക് അതിനപ്പുറം ആ ഒരു 3 റേഞ്ചിൽ, ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് എൻട്രി കിട്ടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളൊരു ടെക്നിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് ഈ പറഞ്ഞിരുന്ന ഈ ഒരു ട്രെൻഡ് ലൈൻ റീടെസ്റ്റ് സ്ട്രാറ്റജിയുടെ ഈ ഒരു രീതിയിൽ നിങ്ങൾ എൻട്രി പുഷ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ആ ഒരു റേഞ്ചിൽ വരുന്ന എൻട്രി നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഫസ്റ്റ് കാര്യം നമുക്കൊരു ബേസ് തൊട്ട് നമുക്ക് കയറി പോവാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ SMC ആണെങ്കിലും ICT ആണെങ്കിലും പ്രൈസ് ആക്ഷൻ ആണെങ്കിലും ചാർട്ട് പാറ്റേൺസ് ആണെങ്കിലും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങൾ കാണുക, പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ എന്താണ് ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട്, അതുപോലെ എന്താണ് ബ്രേക്ക്, അതുപോലെ എന്താണ് റീടെസ്റ്റ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, മാർക്കറ്റ് ഒരു ട്രെൻഡ് ലൈനിൽ വന്ന് ടാപ്പ് ചെയ്യുന്നു. മാർക്കറ്റ് ഇങ്ങനെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു ട്രെൻഡ് ലൈനിൽ തന്നെ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്ത് മുകളിലോട്ട് പോകുമ്പോഴാണ് നമ്മളതൊരു ട്രെൻഡ് ലൈൻ സപ്പോർട്ടാന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു മാർക്കറ്റ് ഒരു ട്രെൻഡ് ലൈനിൽ ടാപ്പ് ചെയ്യുമ്പോൾ റെസ്റ്റ് ചെയ്ത് താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. മാർക്കറ്റ് അങ്ങനെ താഴോട്ട് വരുമ്പോഴാണ് നമ്മൾ എന്താണെന്ന് പറയുന്നത്, അതൊരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് ആണെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ മാർക്കറ്റ് ഒരു ഹയർ ലോ ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്താണ് മാർക്കറ്റ് മുകളിലോട്ട് പോയേക്കുന്നത്. ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ടിൻ്റെ കാര്യത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസിൻ്റെ കാര്യത്തിലാണെങ്കിൽ മാർക്കറ്റ് ഒരു ലോവർ ലോ ലോവർ ഹൈ ലോവർ ലോ ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്താണ് താഴോട്ട് പോയിരിക്കുന്നത്. ദെൻ ബ്രേക്ക് ഓഫ് ചാനൽ സപ്പോർട്ട്. ഈ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് വരുന്നു, ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുന്നു. ഓക്കെ, ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുന്നു. ദെൻ മാർക്കറ്റ് താഴോട്ട് പോകുന്നു. ഓക്കെ, ഇവിടെ ആണെങ്കിൽ മാർക്കറ്റ് ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്നു. ദെൻ മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നു, റെസിസ്റ്റൻസിൻ്റെ കാര്യമാണെങ്കിൽ. ഓക്കെ, ദെൻ മാർക്കറ്റ് വന്ന് റീടെസ്റ്റ് ചെയ്യുന്നു. അപ്പം നമ്മൾ ഇവിടെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം ഈ ഒരു റീടെസ്റ്റാണ്. ഈ ഒരു റീടെസ്റ്റ് എപ്പോഴും ഈ ഒരു ട്രെൻഡ് ലൈനിൽ മാത്രം കിട്ടത്തില്ല. ഓക്കെ, ചില ടൈമിൽ മാർക്കറ്റ് ഈ ഒരു റീടെസ്റ്റ് ഈ ഒരു മുകളിലായിട്ടായിരിക്കും. ചില സമയങ്ങളിൽ റീടെസ്റ്റ് മാർക്കറ്റ് കുറച്ചുകൂടെ താഴോട്ടിറങ്ങി ഇവിടെ ആയിട്ടായിരിക്കാം. അപ്പോൾ ഇങ്ങനെ 3 രീതികളിൽ മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, റെസിസ്റ്റൻസിൻ്റെ കാര്യമാണെങ്കിലോ മാർക്കറ്റ് ദെൻ മുകളിലോട്ട് കയറിയിട്ട് ദെൻ മാർക്കറ്റ് എവിടെ ആയിട്ടായിരിക്കും റീടെസ്റ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ മാർക്കറ്റ് ഇവിടെ തന്നെ റീടെസ്റ്റ് ചെയ്യും. ഓക്കെ, മുകളിലോട്ട് വരുന്നു, ദെൻ ഇവിടെ വന്ന് ടാപ്പ് ചെയ്യുന്നു, മുകളിലോട്ട് പോകുന്നു. ചില കേസുകളിലാണെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് താഴെ വന്ന് റീടെസ്റ്റ് ചെയ്യും. ചില കേസുകളിൽ ഇതിന് മുകളിലായിട്ട് വന്ന് റീടെസ്റ്റ് ചെയ്യും. അങ്ങനെ 3ഓളം കേസുകൾ കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് നമുക്ക് ക്ലിയർ ചെയ്ത് എടുക്കാമെന്നുള്ള കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മൾ ജസ്റ്റ് ചാർട്ടിലോട്ട് വരുവാണെങ്കിൽ, ഓക്കെ, നമ്മൾ ജസ്റ്റ് ചാർട്ടിലോട്ട് വരുവാണെങ്കിൽ, ഓക്കെ, ജസ്റ്റ് നമ്മൾ ചാർട്ടിലോട്ട് വരുവാണെങ്കിൽ നമ്മളൊരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് വരയ്ക്കുക. ഓക്കെ, ഒരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ നമുക്കിവിടെ ജസ്റ്റ് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നു, ജസ്റ്റ് താഴോട്ട് വരുന്നു, മുകളിലോട്ട് പോകുന്നു, ദെൻ സപ്പോർട്ട് എടുക്കുന്നു, ദെൻ മാർക്കറ്റ് വീണ്ടും ഒന്ന് സപ്പോർട്ട് എടുക്കുന്നു, ദെൻ മാർക്കറ്റ് ഒരു ബ്രേക്ക് തരുന്നു, ദെൻ മാർക്കറ്റ് ഈ ഒരു റെസിസ്റ്റൻസിൽ വരുന്നു, മാർക്കറ്റ് റീടെസ്റ്റ് വരുന്നു, മാർക്കറ്റ് താഴോട്ട് വന്നു. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജിയാണ് നമുക്ക് ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ചിലപ്പോൾ ഈ റീടെസ്റ്റിൽ, അതായത് ഈ ഒരു ഇവിടെ ആയിട്ട് ഈ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ടിൽ മാർക്കറ്റ് വന്ന് റീടെസ്റ്റ് ചെയ്യുന്നു. ചില സമയം ട്രെൻഡ് ലൈന് മുകളിലായിട്ട്, ചില സമയം ട്രെൻഡ് ലൈന് താഴെ. അപ്പോൾ നമ്മൾ നോക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു റേഞ്ച് നമ്മൾ പിടിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു റേഞ്ച് നമ്മൾ പിടിക്കും. ഈ ഒരു റേഞ്ച് നമ്മൾ പിടിക്കുമെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഇവിടുന്ന് ബ്രേക്ക് തന്ന ഇവിടുത്തെ ഒരു ക്യാൻഡിലാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ക്യാൻഡിലിനെ നോക്കിയിട്ടാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ ട്രേഡിലോട്ട് എൻട്രി ചെയ്യുന്നത്. ഓക്കെ, അതായത് ഈ ബ്രേക്ക് തന്നിട്ടുള്ള ഒരു സ്ട്രോങ് ക്യാൻഡിലിനെ നമ്മൾ നോക്കും. ആ ഒരു സ്ട്രോങ് ക്യാൻഡിലിനെ നോക്കിയിട്ട് ആ ഒരു സ്ട്രോങ് ക്യാൻഡിലിനെ നമ്മൾ ഒരു റെക്റ്റാങ്കിൾ ടൂൾ ഉപയോഗിച്ച് കുറച്ച് നീട്ടി അങ്ങോട്ട് വരയ്ക്കും.
ഓക്കെ. ദെൻ മാർക്കറ്റ് ആ ഒരു റെക്റ്റാങ്കിളിൽ വന്ന് റീടെസ്റ്റ് തരുന്നു, നമ്മൾ എൻട്രി എടുക്കുന്നു. ആ ഒരു ക്യാൻഡിൽ ചിലപ്പോൾ ഈ ഒരു റേഞ്ചിലായിട്ടായിരിക്കും ബ്രേക്ക് വന്നിരിക്കും, ചിലപ്പോൾ ഈ ഒരു റേഞ്ചിൽ താഴോട്ട് നിൽക്കുമായിരിക്കും. അങ്ങനെ പല രീതിയിലാണ് മാർക്കറ്റ് ആ ഒരു ക്യാൻഡിൽ ഫോം ആവുന്നത്. ഓക്കെ. അപ്പോൾ നമ്മളിപ്പം സപ്പോർട്ടിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊരു റെസിസ്റ്റൻസിൻ്റെ കാര്യം കൂടി നോക്കാം, എന്നിട്ട് ലൈവായിട്ട് ചാർട്ടിൽ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ ഒരു റെസിസ്റ്റൻസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിലോ, ഓക്കെ, ഇവിടെ മാർക്കറ്റ് ഒരു ലോവർ ഹൈ ഒക്കെ ക്രിയേറ്റ് ചെയ്തൊന്ന് മാർക്കറ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് മാർക്കറ്റ് ഇങ്ങനെ താഴോട്ട് വരുന്നു. ഓക്കെ. മാർക്കറ്റ് ടാപ്പ് ചെയ്തൊന്ന് മാർക്കറ്റ് താഴോട്ട് വരുവാണെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്നൊരു ബ്രേക്ക് തരുന്നു. ദെൻ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ നിന്നായിട്ട് റീടെസ്റ്റ് തരുന്നു, ഒരു എൻട്രി തരുന്നു. അപ്പോൾ ഇതാണ്. ദെൻ മാർക്കറ്റ് നമ്മൾ ഈ ഒരു റേഞ്ചിലായിട്ട് എൻട്രി എടുക്കും. എങ്ങനെ എടുക്കും? ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത ഒരു സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു ബൈയും ക്യാൻഡിൽ നോക്കി നമ്മൾ റെക്റ്റാങ്കിൾ ടൂൾ ഉപയോഗിച്ച് ജസ്റ്റ് നീട്ടി വരയ്ക്കുന്നു. ദെൻ മാർക്കറ്റ് ആ ഒരു റേഞ്ചിലോട്ട് വന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ റീടെസ്റ്റ് ചെയ്യുന്നു, എൻട്രി എടുക്കുന്നു. ഇതൊരു ഫേക്കായിട്ടുള്ള ഒരു ബ്രേക്ക് ഔട്ട് ആണെങ്കിലോ, ഒന്നുമില്ല, മാർക്കറ്റ് ഈ ക്യാൻഡിലൊക്കെ മാർക്കറ്റ് തകർത്തെറിഞ്ഞ് മാർക്കറ്റ് താഴോട്ടിറങ്ങി പോകും. ഓക്കെ. അപ്പം ഇവിടെ ഒരു റിജക്ഷനോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്കപ്പോൾ കിട്ടത്തില്ല. ഓക്കെ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതൊരു ലൈവ് ചാർട്ടിൽ എങ്ങനെയാണ് എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ നമ്മൾ ലൈവ് ചാർട്ടിൽ നോക്കുവാണെങ്കിൽ ഇപ്പം ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുവാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ നിങ്ങൾക്കൊരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് കാണാൻ പറ്റും, സപ്പോർട്ട് കാണാൻ പറ്റും. ഓക്കെ. ഫസ്റ്റ് വൺ ഇവിടെ, ദെൻ സെക്കൻഡ് വൺ ഇവിടെ. ഓക്കെ. ദെൻ ഇതൊരു ക്ലിയർ ആയിട്ടുള്ളൊരു റെസിസ്റ്റൻസ് ആണ്. ഓക്കെ. ഈ ഒരു റേഞ്ചിലായിട്ടെല്ലാം മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്യുന്നു, താഴോട്ട് മുകളിലോട്ട് കയറി പോയേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ. അതായത് ഏകദേശം ഒരു 5-6 മാർക്കറ്റ് ടാപ്പ് ചെയ്തേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ്, ഓക്കെ, ഈ ഒരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസിൽ ഇവിടെ മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസിൽ നമ്മൾ എൻട്രി എടുക്കുന്ന ഒരു രീതി എങ്ങനെയാണ്? ഇവിടെ ഇപ്പോൾ മാർക്കറ്റ് ഈ ഒരു റെസിസ്റ്റൻസിൽ ടാപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ക്യാൻഡിൽ നമ്മൾ ഈ ഒരു റെക്റ്റാങ്കിളിനകത്താക്കി ജസ്റ്റ് ഒന്ന് നീട്ടി വരയ്ക്കുന്നു. ഓക്കെ. ജസ്റ്റ് നീട്ടി വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ ഒരു റീടെസ്റ്റിങ് കാണാൻ പറ്റും. ഓക്കെ. ഇവിടെ ഒരു റീടെസ്റ്റിങ് കാണാൻ പറ്റും. ഓക്കെ. അതായത് മാർക്കറ്റ് ഈ ഒരു ട്രെൻഡ് ലൈനിൽ ടാപ്പ് ചെയ്യുന്നതിന് പകരം മാർക്കറ്റ് ഈ ഒരു റെക്റ്റാങ്കിളിൽ വന്ന് ടാപ്പ് ചെയ്തേക്കുന്നതാണ്. അപ്പം ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ക്യാൻഡിൽ നിങ്ങളൊരു റെക്റ്റാങ്കിൾ ടൂൾ ഉപയോഗിച്ച് നീട്ടി വരികയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് മാർക്കറ്റ് ഈ ഒരു ടാപ്പിൽ നമ്മൾ എൻട്രി എടുക്കുന്നു. ഓക്കെ. ഒരു കൺഫർമേഷൻ നോക്കി നമ്മൾ എൻട്രി എടുത്തതിന് ശേഷം നമുക്ക് കറക്റ്റ് ഈ ഒരു റെക്റ്റാങ്കിൾ ടൂളിന് മുകളിലായിട്ട്, ഓക്കെ, ഈ ഒരു റെക്റ്റാങ്കിളിന് മുകളിലായിട്ട് നമുക്ക് നമ്മളെ സ്റ്റോപ്പ് ലോസ് ക്രിയേറ്റ് ചെയ്യാം. ഫസ്റ്റ് ടാർഗറ്റ് ഇവിടെ, ദെൻ സെക്കൻഡ് ടാർഗറ്റ് ഇവിടെ, ദെൻ നമുക്ക് അത് കഴിഞ്ഞിട്ട് ഒരു തേർഡ് ടാർഗറ്റോളം അവിടെ വരെയല്ല, ഏകദേശം ഈ ഒരു സ്വിങ് വരെ നമുക്ക് ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. ഒരു 0.1, 0.2, 0.3 എന്നുള്ള രീതിയിൽ. ഓക്കെ. ഈ ഒരു റേഞ്ച് ഇതൊരു പ്രൈസ് ആക്ഷൻ ഏരിയ ആണ് ഇതും. ഓക്കെ. ഈ ഒരു 2 റേഞ്ച്. അപ്പോൾ അവിടുന്ന് മാർക്കറ്റ് റിയാക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്, മാർക്കറ്റ് റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ആ ഒരു കാര്യം കൂടി നമ്മൾ നോക്കുക. ഇതൊരു 0.1, 0.2, 0.3 ആയിട്ട് നിങ്ങൾ എടുക്കുക. ആ രീതിയിൽ നിങ്ങൾ ടാർഗറ്റ് സെറ്റ് ചെയ്യുക. അപ്പം ഇവിടെ എന്തുകൊണ്ട് ഇവിടെ ക്ലിയർ ആയിട്ട് മാർക്കറ്റ് ഇറങ്ങി വന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു റെക്റ്റാങ്കിൾ ടൂളിനകത്ത് മാർക്കറ്റ് ഒന്ന് ടാപ്പ് ചെയ്യുന്നു. ഇവിടുത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു റെക്റ്റാങ്കിൾ ടൂളില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? മാക്സിമം ഇവിടെ ഒരു റേഞ്ച് എത്തുന്നു എന്ന് വിചാരിക്കുക മാർക്കറ്റ്. നിങ്ങൾ ഇവിടുന്ന് എൻട്രി എടുക്കുന്നു എന്ന് വിചാരിക്കുക. ഓക്കെ. ഇവിടുന്ന് എൻട്രി എടുത്തു എന്ന് വിചാരിക്കുക. നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ഏകദേശം അവിടെ വെക്കും. സ്റ്റോപ്പ് ലോസ് ഏകദേശം മിക്കുള്ള ഒരു സ്വിങ്ങിലൊക്കെ കൊണ്ടുവെക്കുന്നതാണ്. ചിലർ ഈ ഒരു ഇങ്ങനെയൊക്കെ വെക്കുന്നത് കാണാം, ഈ ഒരു റേഞ്ചിലായിട്ടൊക്കെ വെക്കുന്നതൊക്കെ കാണാം. ഓക്കെ. അപ്പം നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഒരു റിസ്ക് റിവാർഡ് റേഷ്യോ എത്രത്തോളം ആണെന്ന്. ഓക്കെ. അപ്പോൾ നമ്മൾ ഏകദേശം ഈ ഒരു റെക്റ്റാങ്കിൾ ടൂൾ ഉപയോഗിച്ച് നമ്മൾ ഇവിടെ ഈ ഒരു എൻട്രി സെറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്യുമ്പോൾ, ഓക്കെ, മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്യുമ്പോൾ നമ്മളെ റിസ്ക് റിവാർഡ് റേഷ്യോ എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ അറിയണം. ഓക്കെ. ഇവിടെ ആയിട്ട് നമ്മൾ ഏകദേശം, ഓക്കെ, ദെൻ മാർക്കറ്റ് ഇറങ്ങുമ്പോൾ നമ്മൾ എൻട്രി എടുക്കുന്നു. ഏകദേശം റിസ്ക് കുറവാണ്.
ഓക്കെ, അതുപോലെ പ്രോഫിറ്റ് കൂടുതലാണ്. അതാണ് ഈ ഒരു ട്രേഡിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളൊരു കാര്യം. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മൾ വീണ്ടും നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മാർക്കറ്റ് ഒരു 1 2 3 ഒരു 3-4 തവണ മാർക്കറ്റ് ഏകദേശം ഇവിടെ ഒരു ടാപ്പ് ചെയ്ത് മാർക്കറ്റ് ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ടായിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയ മാർക്കറ്റ്. ഓക്കെ, ദെൻ മാർക്കറ്റ് എന്താണ് ഇവിടെ നിന്ന് നമുക്ക് കിട്ടിയ ഈ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഈ ഒരു സെല്ലിംഗ് ക്യാൻഡിൽ. അപ്പം ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു സെല്ലിംഗ് ക്യാൻഡിൽ നമ്മളൊരു ട്രയാങ്കിൾ ടൂളിനകത്താക്കുന്നു. ദെൻ മാർക്കറ്റ് ആ ഒരു റീടെസ്റ്റ്, ഓക്കെ, ആ ഒരു റീടെസ്റ്റ് കറക്റ്റ് ഇതിൻ്റെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ കറക്റ്റ് നമുക്ക് റീടെസ്റ്റ് ഈ ഒരു ട്രെൻഡ് ലൈനിൽ തന്നെ നമുക്ക് കിട്ടിയേക്കുന്നതാണ്. ഓക്കെ, ചില കേസുകളിൽ ഇതിന് താഴെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ നമുക്കൊരു റിജക്ഷനും കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ ദെൻ മാർക്കറ്റ് ഇവിടെ വന്ന് വീണ്ടും ഒരു റീടെസ്റ്റ് വന്നിട്ടുണ്ട്. ദെൻ മാർക്കറ്റ് താഴോട്ടിറങ്ങി പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ മാർക്കറ്റ് നമുക്ക് ഈ ഒരു റെക്റ്റാങ്കിളിന് തൊട്ട് മുകളിലായിട്ട് നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ നിങ്ങൾക്ക് ടാർഗറ്റ് ഏകദേശം ഒരു 1:2 3 എന്നുള്ള രീതിയിൽ. ഓക്കെ, മാക്സിമം നിങ്ങൾക്ക് ഇതിനകത്താണെങ്കിൽ ഒരു 1:3 എങ്ങനെ പോയാലും കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ട്രേഡിൽ എൻട്രി ചെയ്യുക, പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഫസ്റ്റ് ഏറ്റവും നിങ്ങൾക്ക് ഇതിനകത്തൊരു കാര്യം എന്ന് വെച്ചാൽ ക്ലിയർ ആയ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയുകയാണെങ്കിൽ ഒരു സ്റ്റോപ്പ് ലോസ് എവിടെ വെക്കണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇതിനകത്ത് ക്ലിയർ ആയി കാണും. ഓക്കെ, ദെൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് എവിടെ വന്ന് ടാപ്പ് ചെയ്യുന്നത് ഈ ഒരു റെക്റ്റാങ്കിളിനകത്ത്. ഇനി റെക്റ്റാങ്കിളിന് കുറച്ചുകൂടെ മുകളിലോട്ട് കയറിയാലോ അപ്പോഴത്തേക്ക് ഈ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഈ ഒരു സപ്പോർട്ടിൻ്റെ മുകളിലായിട്ടാണ് നമുക്ക് എൻട്രി ഇട്ടിരിക്കുന്നത്. ഇനി ഒരു ഇതിനകത്തൊന്ന് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് റീടെസ്റ്റ് ഈ ഒരു റേഞ്ചിൽ നമുക്ക് കിട്ടി. ഇതിന് താഴെയായിട്ട് മാർക്കറ്റ് ടാപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു റെക്റ്റാങ്കിൾ ടൂൾ ഉപയോഗിച്ച് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ എവിടെ വന്നാലും നമുക്ക് എൻട്രി കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് A to Z ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി മനസ്സിലായില്ല എന്നാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് പല രീതിയിൽ റീടെസ്റ്റ് സ്ട്രാറ്റജികൾ ഉപയോഗിക്കാം. ഇനി മറ്റ് റീടെസ്റ്റ് സ്ട്രാറ്റജികളുണ്ട്, വേറെ റീടെസ്റ്റ് സ്ട്രാറ്റജികൾ. ഓക്കെ, അപ്പോൾ നമുക്ക് പല കാര്യങ്ങളും വരുന്ന ക്ലാസ്സുകളിലായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് നമ്മൾ പഠിച്ചൊരു ട്രെൻഡ് ലൈൻ റീടെസ്റ്റ് സ്ട്രാറ്റജിയിൽ നമുക്ക് ഇനിയും ഒരു റീടെസ്റ്റ് സ്ട്രാറ്റജിയിൽ കൺഫർമേഷൻ എടുക്കാനുള്ള പല രീതികളുണ്ട്. ഓക്കെ, അപ്പോൾ അതെല്ലാം ചേർന്ന് നമ്മൾ ഒരു നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പം താങ്ക് യു.